CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹംപി ട്രിപ്പിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് വിത്തല ടെമ്പിളാണ്. ഇത് നിങ്ങൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു ടെമ്പിളിൻ്റെ അകത്തുള്ളൊരു രഥം, അത് നമ്മളുടെ ഇന്ത്യൻ റുപ്പിയുടെ 50 രൂപ നോട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ കവർ ചെയ്ത് 2ാമത്തെ ദിവസമാണ് ഈ ഒരു ടെമ്പിളിലേക്ക് നമ്മൾ പോയത്. റോഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററോട്ട് ഉള്ളിലോട്ട് മാറിയാണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഫ്രണ്ടിൽ നമ്മളൊരു 30 രൂപ എൻട്രി ഫീസുണ്ട്. 30 രൂപ എൻട്രി ഫീസ് കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ ഇലക്ട്രിക് കാറുകളുണ്ട്, നമ്മൾ ആളുകളെ എത്തിക്കാനുള്ള വാൻ ടൈപ്പ് ഇലക്ട്രിക് വെഹിക്കിളുണ്ട്. അതിൽ നമ്മളിവിടെ എത്തിക്കും. വരുന്നവർ കണ്ട് കഴിയുന്നതനുസരിച്ച് വെളിയിൽ വാനുകൾ കിടക്കും, നമുക്ക് അതിനകത്ത് കയറി ആ എൻട്രി ഫീസ് എടുത്ത് ആ ഒരു പോയിൻ്റിൽ എത്തിക്കും. ഇതാണ് നമ്മളുടെ 50 രൂപ നോട്ടിൽ ആ കാണിച്ചിരിക്കുന്ന ആ ഒരു രഥത്തിൻ്റെ ഇതിൻ്റെ മാതൃകയിലാണ്, ഇതിൻ്റെ ഒരു ഫോട്ടോയാണ് നമ്മൾ ആ 50 രൂപ നോട്ടിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ഹംപി ഏരിയയും ഹംപിയിലുള്ള മിക്ക സ്ഥലങ്ങളും വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏരിയയാണ് ഈ ഒരു ഹംപി ഏരിയ. ഈ ഒരു വിജയവിത്തല ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പൂർണ്ണനാമം. ഈ ഒരു വിജയവിത്തല ടെമ്പിളും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഈ ഒരു ക്ഷേത്രം, ഹംപിയിലെ ഈ വിത്തല ടെമ്പിൾ, ഇത് അസാധാരണമായ വാസ്തുവിദ്യയ്ക്കും അതുല്യമായ കരകൗശല വൈദഗ്ധ്യത്തിനും ഒരു പേര് കേട്ട ഒരു പുരാതന സ്മാരകമാണ് ഈ വിത്തല ക്ഷേത്രം. ഹംപിയിലെ ഏറ്റവും വലുതും പ്രശസ്തമായ ഘടനകളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹംപിയുടെ വടക്കിഴക്കൻ ഭാഗത്ത് തുംഗഭദ്ര നദിയുടെ തീരത്തിനടുത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആകർഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ അതുല്യമായ ശിലാരഥം, നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട ഒരു ശിലാരഥം, കൂടാതെ ആകർഷകമായ സംഗീത സ്തംഭങ്ങൾ. ഈ ഒരു ക്ഷേത്രത്തിൽ മെയിൻ എൻട്രൻസ് കയറുമ്പോൾ കുറേ സ്തംഭങ്ങൾ കാണാം. കുറേ അതിനറിയപ്പെടുന്നത് മ്യൂസിക്കൽ പില്ലേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ അതിനകത്ത് മുൻപോട്ട് പോകുമ്പോൾ ആ പില്ലേഴ്സിനെ കാണിച്ചു തരാം. അപ്പോൾ അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. അതിൻ്റെ പേരിൽ അതിനെ നമുക്ക് തൊഴാൻ സമ്മതിക്കത്തില്ല. നേരത്തെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ആ സ്തൂപത്തിൻ്റെ സൈഡിലുള്ള ഓരോ ഇതിലും തൊടുമ്പോൾ നമുക്ക് ഓരോ മ്യൂസിക്കായിട്ട് സംഗീതം കേൾക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അവർ അടുത്ത സെക്യൂരിറ്റി അതിനകത്ത് തൊടാൻ സമ്മതിച്ചില്ല, കാരണം അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നതിൻ്റെ തൊടാൻ സമ്മതിച്ചില്ല. അതുപോലെ തന്നെ അതിശയകരമായ ശിലാനിർമ്മിതികളാണ് ഈ ഒരു ഐക്കണിക് ക്ഷേത്രത്തിനുള്ളത്. ഹംപിയിലെ ഈ ഒരു പ്രധാന സ്മാരകവും തകർന്ന പട്ടണത്തിലെ ഒരു പ്രധാന ആകർഷണമാണ്. സന്ദർശകരും വിനോദസഞ്ചാരികളും ഒക്കെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു വിജയവിത്തല ടെമ്പിൾ. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഇത് കണക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു വലം വയ്ക്കാനുള്ള ഏരിയ ഉണ്ട്. ഇതിനുള്ള ഈ ഒരു നടപ്പാതയിലൂടെ ഇങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഇടത്തെ സൈഡിൽ ഈ ഒരു ഭാഗത്തിനുള്ളിലായിട്ടായിരുന്നു അന്നത്തെ വിഗ്രഹം സ്ഥാപിച്ചിരുന്നത്. ഇപ്പോൾ അതിനകത്ത് ആരാധനാമൂർത്തികളോ മറ്റോ ഒന്നും അവിടെ കാണാൻ കഴിയത്തില്ല. അപ്പോൾ അതിൻ്റെ ബാക്ക് പോർഷനിലായിട്ടാണ് ഈ ഒരു ഇടനാഴി കണക്ക് നമുക്കതിനെ വലം വെച്ചിങ്ങനെ ഫ്രണ്ടിൽ വരാൻ പറ്റും. വീണ്ടും ആ ഒരു ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ ആ ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് വലം വയ്ക്കാനുള്ള ഏരിയ. അത് കവേർഡാണ്, സൂര്യപ്രകാശം കിടക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഈ ഗ്രില്ലൊക്കെ പിന്നീട് പുരാവസ്തു വകുപ്പ് ചെയ്തതാണ്. ഇതിനുള്ളിലൊക്കെ അന്നത്തെ വിഗ്രഹങ്ങൾ ഇവിടെയാണ് അന്ന് ഇരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനുള്ളിൽ ഒന്നുമില്ല. ഇത് ഇപ്പം മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മെയിൻ്റനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലൊക്കെ ഇരുട്ടാണ്. നമ്മൾ മൊബൈലിൻ്റെ ടോർച്ച് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ ഒരു എൻട്രി ടൈം എന്ന് പറയുന്നത് ആഴ്ചയിൽ എല്ലാ ദിവസവും ഇത് ഓപ്പണിംഗ് ആണ്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഒരു എൻട്രി ഫീസ്. ഇതിനുള്ളിൽ കയറാൻ ഈ ഒരു ക്ഷേത്രം നടന്ന് കാണാൻ വരുവാണെങ്കിൽ നമുക്ക് എൻട്രി ഫീസ് ആവശ്യമില്ല. ഈ ഒരു 30 രൂപ നമ്മൾ ആദ്യം കൊടുക്കുന്നത് വെച്ചാൽ അവരുടെ ആ ഒരു ഇലക്ട്രിക്കൽ വാനിൽ നമ്മൾ എത്തിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഫീസാണ് അവർ ഈടാക്കുന്നത്. അല്ലാതെ ഈ ക്ഷേത്രം ദർശിക്കാനായിട്ട് നമ്മൾ റോഡിൽ നിന്ന് നടന്നു വരികയാണെങ്കിൽ ഒരു എൻട്രി ഫീസ് ആവശ്യമില്ല. ഈ ഒരു മെയിൻ ക്ഷേത്രത്തിൻ്റെ ഇതാണ് ആ മെയിൻ ക്ഷേത്ര ബിൽഡിങ്. അതിൻ്റെ ഔട്ട് സൈഡാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ വെളിയിൽ ആ തൂണുകളുള്ള അത് അതിൻ്റെ ബൗണ്ടറി ഏരിയ ആണ്. ഇവിടെ നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു ഏത് ക്ഷേത്രമുണ്ടെങ്കിലും അതിൻ്റെ മുൻവശത്തായിട്ട് ഒരു മാർക്കറ്റ് കാണും. അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ട ആ കല്ലുകൾ പാകിയിരിക്കുന്ന റൈറ്റ് സൈഡിൽ കണ്ട ഏരിയ എന്ന് വെച്ചാൽ അതിൻ്റെ അന്നത്തെ കാലത്തെ മാർക്കറ്റുകളാണ്. ഇവിടുത്തെ ഏതൊരു ക്ഷേത്രത്തിൻ്റെ വാതിലിൽ പോയാലും വലിയ മാർക്കറ്റുകൾ കാണാം.
നമ്മൾ നേരത്തെ പറഞ്ഞ പാൻ സുപാരി ബസാർ, അങ്ങനെ ഓരോ കൃഷ്ണ ടെമ്പിൾ, ഇതിൻ്റെ എല്ലാം മുമ്പിൽ ചെന്നപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ ഒരു മാർക്കറ്റാണ് കൃഷ്ണ മാർക്കറ്റ്. അങ്ങനെ ഇപ്പോൾ ഈ വിത്തല ടെമ്പിൾ വന്നപ്പോൾ അവിടെ മാർക്കറ്റ്, അങ്ങനെ എല്ലാ ഏരിയയിലും അന്നത്തെ കാലത്ത് വലിയ വലിയ മാർക്കറ്റുകൾ സ്ഥിതി ചെയ്യുന്നൊരു ഏരിയയാണിത്. ഈ ഒരു ക്ഷേത്രം സ്ഥാപിച്ചത് AD 1422 1446 കാലഘട്ടത്തിലാണ് ഈ ഒരു ക്ഷേത്രം പണിയെടുപ്പിച്ചത്. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരികളിൽ ഒരാളായ ദേവരായ രണ്ടാമൻ ആണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത്. ഈ ഒരു ക്ഷേത്രം പിന്നെ അതിനുശേഷം വികസിപ്പിച്ചത് AD 1509 1529 ആ ഒരു കാലഘട്ടത്തിലാണ്. അതിന് വിജയനഗര രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായ കൃഷ്ണദേവരായരുടെ ആ ഒരു ഭരണകാലത്തിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിരവധി ഭാഗങ്ങൾ വികസിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്തത്. ഈ ഒരു ക്ഷേത്രത്തിന് ഇന്നത്തെ ഈ ഒരു രൂപം നൽകിയത് അന്നത്തെ കാലത്താണ്, കൃഷ്ണദേവരായരുടെ കാലത്താണ് ഈ ഒരു രൂപത്തിലോട്ട് ഇത്രയും ഭംഗിയുള്ള ഇത് വികസിപ്പിച്ചെടുത്തത്. ഈ കാണുന്ന തൂണുകൾ, ഈ കാണുന്ന ഇത് മോഡൽ ഉള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മ്യൂസിക്കൽ പില്ലേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളൊരു കെട്ടിടമാണ്. നമ്മൾ ഒരു നടുത്തളം കണക്ക് നമ്മളിവിടെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ആളുകൾക്ക് വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം. അവിടെയൊക്കെ നമുക്ക് കയറിയിരിക്കാം. ഒന്ന് ഉറങ്ങണമെങ്കിൽ ഒന്ന് ഉറങ്ങാം. നല്ല തണുപ്പാണ് അതിനുള്ളിൽ, തറയൊക്കെ പാറ, നല്ല ഭംഗിയാണ്, അതായത് കാണാൻ കഴിയും. ഇത് നമ്മൾ ആദ്യം കണ്ട രഥം ഇതാണ്. ഈ വിത്തല ക്ഷേത്രം നമ്മൾ പറഞ്ഞിരുന്നത്, ഇതിൻ്റെ പൂർണ്ണനാമം അറിയപ്പെടുന്നത് ശ്രീ വിജയ വിത്താല എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വിഷ്ണുവിൻ്റെ അവതാരമായ വിത്താല ഭഗവാനെ സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ ഒരു ക്ഷേത്രം. ആ തൂണുകൾ കാണുന്ന ചെറിയ ആ തൂണിനുള്ളിൽ തന്നെ ചെറിയ തൂണുകൾ കാണുന്നതുണ്ടോ, അതിനകത്താണ് ഈ മ്യൂസിക്കൽ പില്ലേഴ്സ് എന്നറിയപ്പെടുന്നത്. അതാണ് അതിൽ ഓരോ നമ്മൾ എന്തെങ്കിലും കൊണ്ട് തട്ടുമ്പോൾ ഇങ്ങനെ അതിനകത്ത് മ്യൂസിക് കേൾക്കാൻ കഴിയും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പോയത് ക്യൂൻസ് ബാത്തിലേക്കാണ്. ഈ ഒരു ഏരിയയാണ് ക്യൂൻസ് ബാത്ത് എന്നറിയപ്പെടുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് നിലനിന്നിരുന്ന വാസ്തുവിദ്യാ മികവിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഹംപിയിലെ ക്യൂൻസ് ബാത്ത്. ഹംപിയിലെ റോയൽ എൻക്ലോസറിൻ്റെ പ്രവേശന കവാടത്തിനടുത്തായിട്ടാണ് ഈ ഒരു ക്യൂൻസ് ബാത്ത് സ്ഥിതി ചെയ്യുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ ഒരു ക്യൂൻസ് ബാത്ത് ഹൗസ് 500 വർഷത്തിലേറെ ഇന്നും സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഹംപിയിലെ മിക്ക പുരാതന സ്ഥലങ്ങൾ കാണാനും ഒരിടത്തും ഫീസ് ഈടാക്കുന്നില്ല. ജസ്റ്റ് മ്യൂസിയം അങ്ങനെയുള്ള ഏരിയയിൽ മാത്രമേ ഫീസ് ആക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഏരിയയിലും നമുക്ക് ഫ്രീ ആണ്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ മിക്കുള്ളതും ഓപ്പണാണ്. പ്രവേശന ഫീസൊന്നുമില്ല. ഫോട്ടോഗ്രാഫിയൊക്കെ അനുവദനീയമാണ്. അപ്പോൾ അങ്ങനൊരു വലിയൊരു കാര്യം തന്നെ ഉണ്ട് ഇവിടെ അങ്ങനെ ഫീസ് കാര്യങ്ങൾ. അതായത് ഇതൊരു സ്വിമ്മിംഗ് പൂളാണ്. ഇതിനകത്തായിരുന്നു അന്നത്തെ കാലത്ത് വെള്ളം സംഭരിച്ച് രാജ്ഞിമാർക്ക് കുളിക്കാനുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാജകുടുംബത്തിലെ സ്ത്രീകൾക്കായിട്ട് അച്യുതരായ നിർമ്മിച്ചതാണ് ഈ ഒരു ക്യൂൻസ് ബാത്ത് ഏരിയ. ഈ ഒരു ക്യൂൻസ് ബാത്ത് എന്നറിയപ്പെടുന്ന ഈ ഒരു ഏരിയ. ഈ ഒരു ക്യൂൻസ് ബാത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊരു ചതുരാകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ നടുക്ക് കാണുന്ന ആ ബാത്ത് ഏരിയ, ആ ഒരു വെള്ളത്തിൻ്റെ ഒരു സ്വിമ്മിംഗ് പൂൾ ഏരിയ ഏകദേശം 15 ചതുരശ്ര മീറ്ററാണ്. പിന്നെ അതിൻ്റെ ആഴം എന്ന് പറയുന്നത് ഏകദേശം 1.8 മീറ്ററാണ് അതിൻ്റെ ആഴം. നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു നടുത്തളത്തിന് മുകളിലായിട്ട് ഓപ്പണാണ്. ബാക്കി ഈ ഒരു സൈഡിലെല്ലാം മുകൾ കവേർഡ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചുറ്റുമതിൽ മൊത്തം, ഈ ചുറ്റേരിയ മുഴുവനും മുകൾ ഭാഗം കവേർഡാണ്. പക്ഷേ ആ ഒരു നടുത്തളം അത് ഓപ്പണാണ്. നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ ഇതിൻ്റെ ആ ചുറ്റും കണ്ട ഒരു കുഴി, അതാണ് അന്നത്തെ ഇതിനകത്ത് സംവിധാനത്തിൽ കനാൽ സംവിധാനം ഇതിനകത്ത് വെള്ളം എത്തിച്ചിരുന്നത്. ഇതിന് നടുക്ക് ഹോൾസ് കാണാം. അതിലൂടെ നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. അതിലൂടെ ഇതിൻ്റെ വാട്ടർ ഡ്രൈനേജ് വെളിയിൽ കളഞ്ഞിരുന്ന ആ ഒരു ഏരിയ, ഇതിനകത്തോട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ കഴിയത്തില്ല. അവിടെ ഒരു ഇതിനകത്ത് മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു കനാൽ സംവിധാനത്തിലൂടെയാണ് ഇതിനകത്ത് വെള്ളം എത്തിച്ചിരുന്നത്. ഈ ഒരു ഏരിയ ഇത് നമുക്ക് നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇതിലും നല്ല രീതിയിൽ ഒരു സംരക്ഷിക്കാമായിരുന്നു. ഈ ഹംപിയിലുള്ള മറ്റ് പുരാതന സ്ഥലങ്ങളും എല്ലാം ഇതിൽ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കേണ്ടതായിരുന്നു. കാരണം ഇത് നമ്മളുടെ ചരിത്രമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും തുടർന്നും എല്ലാവരും നമുക്ക് സപ്പോർട്ട് തരണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.